പാചകവാതക ക്ഷാമം ബേക്കറി മേഖലയെയും ബാധിക്കുന്നു. പ്രതിസന്ധി പരിഹരിക്കാനും കരിഞ്ചന്ത നിയന്ത്രിക്കാനും ഇടപെടൽ ആവശ്യപ്പെട്ട് ബേക്കേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സപ്ലൈ ഓഫീസർക്ക് കത്ത് നൽകി. പ്രതിസന്ധി രൂക്ഷമാണെന്നും ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിലിനെയും ബാധിക്കുന്നതായും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്നുണ്ടായ പാചകവാതക പ്രതിസന്ധി എല്ലാ മേഖലകളെയും ബാധിക്കുകയാണ്. ഹോട്ടലുകൾ മിക്കതും അടച്ചു. ബേക്കറി വ്യവസായത്തെയും ഇത് ബാധിക്കുന്നുണ്ട്. വാണിജ്യ പാചകവാതക സിലിണ്ടറുകൾക്കാണ് കടുത്ത ക്ഷാമം. ഇത് ബേക്കറി ഭക്ഷ്യോൽപാദന മേഖലയെ തകർച്ചയുടെ വക്കിൽ എത്തിച്ചിരിക്കുകയാണെന്ന് ബേക്കേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ബേക്കേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് UP ഷബീൻകുമാറും ട്രഷറർ NK അൻവറും കണ്ണൂർ ജില്ലാ സപ്ലൈ ഓഫീസർ KN ബിന്ദുവിന് കത്ത് നൽകി. പ്രതിസന്ധി രൂക്ഷമാണെന്നും ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിലിനെ ഇത് ബാധിക്കുന്നതായും സപ്ലൈ ഓഫീസറോട് ബേക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയുന്നതിന് കർശനമായ ഇടപെടൽ ഉണ്ടാകുമെന്നും പരിശോധനകൾ നടക്കുന്നുണ്ടെന്നും സപ്ലൈ ഓഫീസർ ബേക്കേഴ്സ് അസോസിയേഷൻ നേതാക്കളെ അറിയിച്ചു. വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചതെന്നും വിറകടുപ്പ് ബേക്കറികളിൽ പ്രായോഗികമല്ലെന്നും ഷബീൻകുമാർ പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മൾ അറിയാം, ഹോട്ടലായാലും ബേക്കറി ആയാലും ഇന്ന് സമൂഹത്തിന്റെ എല്ലാവരും യാത്രക്കാർക്കും കാര്യങ്ങൾക്കും എല്ലാം വേണ്ടിയിട്ട് നമ്മൾ തുറന്നു നിൽക്കുന്ന ആൾക്കാരാണ്. അന്നേരം ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ തിരിച്ച് രണ്ടാമത് വിറകിലേക്ക് പോകുക എന്നുള്ളത് എല്ലാവരും എല്ലാ കാര്യങ്ങളും മാറ്റി കഴിഞ്ഞു. പക്ഷെ എന്നിരുന്നാലും നമുക്കൊരു റേഷനിങ് ആയിട്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ വലിയൊരു ഉപകാരമായിരിക്കും. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന വലിയൊരു ഉപകാരമായിരിക്കും. പാചകവാതക ക്ഷാമം ഈ മേഖലയിലെ തൊഴിലാളികളെയും ബാധിക്കുന്നുണ്ട്. നിരവധി പേർ തൊഴിലില്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. പ്രശ്നത്തിന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് NK അൻവറും ആവശ്യപ്പെട്ടു. ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് എന്ത് തന്നെയാലും ഇത് പരിഹാരമായിട്ടില്ലെങ്കിൽ തീർച്ചയായും ബാധിക്കും. ഇപ്പോഴും ഞങ്ങളൊക്കെ ചെയ്യുന്നത് പരമാവധി വിറകടുപ്പാക്കലാണ്. പക്ഷെ അത് അത്രത്തോളം വിജയകരമായിട്ട് കഴിയില്ല. കാരണം മുമ്പേ ബേക്കറിക്കാർ എന്ന് പറഞ്ഞാൽ ചിരട്ട അടുപ്പാണല്ലോ. അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ എല്ലാവരും ഗ്യാസിലും അതുപോലെ ഡീസൽ ഓവനിലുമാണ്. അതിലൊക്കെ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്ത്. പിന്നെ സ്ഥലപരിമിതി, ഹൈജീനിക്ക്, അതിൻ്റെ എല്ലാം ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ വിറകിനെ അത്രമാത്രം ആശ്രയിച്ചിട്ട് വിറകിലേക്ക് മാറൽ കുറച്ച് പ്രയാസമാണ്. മാക്സിമം വിറകിലേക്കുണ്ട്. എന്നിരുന്നാലും ഗ്യാസ് ഇല്ലെങ്കിൽ ഈ മേഖല അടച്ചുപൂട്ടേണ്ട വക്കിലേക്ക് തന്നെ എത്തും. ബേക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ആയിരക്കണക്കിന് ചെറുകിട ഇടത്തരം ബേക്കറി യൂണിറ്റുകളുടെ പ്രവർത്തനം ഗ്യാസ് സിലിണ്ടറുകളുടെ ലഭ്യത കുറവ് മൂലം നിലക്കുന്ന അവസ്ഥയിലാണെന്ന് അസോസിയേഷൻ വ്യക്തമാക്കി. ബേക്കറികൾ അടഞ്ഞുകിടന്നാൽ അത് യാത്രക്കാർക്കും സാധാരണക്കാരായ വലിയൊരു വിഭാഗം ആളുകൾക്കും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. ഉൽപ്പാദനം തടസ്സപ്പെടുന്നത് വില വർധനവിനും കാരണമാകും. ബേക്കറി മേഖലയെ മാത്രം ആശ്രയിച്ച് ലക്ഷക്കണക്കിന് ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും കഴിയുന്നുണ്ട്. ഉൽപ്പാദന യൂണിറ്റുകൾ അടച്ചുപൂട്ടേണ്ടി വരുന്നത് ഇവരുടെ തൊഴിലിനെയും ബാധിക്കുമെന്ന് അസോസിയേഷൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.